ചേട്ടാ, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഷാരോൺ രാജ് എന്ന 23 വയസ്സുകാരനെ പെൺസുഹൃത്തായ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ വാർത്ത കേരളത്തിൻ്റെ മനസാക്ഷിയാകെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇപ്പോൾ 2022 നടന്ന സംഭവമാണ്. അതിനുശേഷം ഇപ്പോൾ നെയ്യാറ്റിൻകര വില്ല അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ഗ്രീഷ്മ എന്ന 24 വയസ്സുകാരിക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനോട് വളരെ വികാരഭരിതമായുള്ള രംഗങ്ങളാണ് നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് മാധ്യമങ്ങൾ ഒപ്പിയെടുത്തത്. കുടുംബം കരഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിധി പ്രസ്താവത്തോട് പ്രതികരിച്ചത്. ഷാരോണിന് നീതി ലഭിച്ചു? തീർച്ചയായിട്ടും ഷാരോണിന് നീതി ലഭിച്ചെന്ന് പറയാം. കാരണം നമ്മൾ ആരും തന്നെ വധശിക്ഷ വിധിക്കും, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടും എന്ന് വിചാരിച്ചിരുന്നില്ല. ഏറിയാൽ ജീവപര്യന്തം. തെളിവുകളുടെ അഭാവത്തിൽ ഒരുപക്ഷെ ഗ്രീഷ്മയെ വെറുതെ വിട്ടേക്കാം എന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. കൃത്യം 48 സാഹചര്യ തെളിവുകളാണ് ഉണ്ടായിരുന്നത്. ഈ 48 സാഹചര്യ തെളിവുകൾ പരിഗണിച്ചുകൊണ്ടാണ് ജഡ്ജി AM ബഷീർ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ്. അതുപോലെ തന്നെ ഈ ഗ്രീഷ്മയുടെ അമ്മാവനുണ്ട്, നിർമ്മലകുമാരൻ നായർക്ക്. അയാൾക്ക് 3 വർഷമാണ് തടവ്, 50,000 രൂപ പിഴയുണ്ട്. 586 പേജുള്ള വിധിന്യായമാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൃക്സാക്ഷികൾ ആരും തന്നെ ഈ കേസിലുണ്ടായിരുന്നില്ല. സാഹചര്യ തെളിവുകൾ കൃത്യമായി കോർത്തിണക്കി, അത് വലിയ പോലീസിന്റെ കൂടി ഒരു പോലീസ് അത്രയും സാമർഥ്യത്തോടു കൂടി കേസ് അന്വേഷിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ കേസ് കോടതിയിൽ വരുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ പല ഘട്ടം വരുമ്പോഴും തെളിവുകളുടെ അഭാവത്തിൽ ഒരുപക്ഷെ കേസ് തള്ളിപ്പോയേക്കാം. ഗ്രീഷ്മയെ അങ്ങനെ പ്രായത്തിന്റെ ആനുകൂല്യം യാതൊരു കാരണവശാലും കോടതി കൊടുത്തില്ല. കോടതി ഈ ഗ്രീഷ്മ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. കോടതിയുടെ കൃത്യമായൊരു നിരീക്ഷണമുണ്ട്. അതായത് തനിക്കെതിരായ തെളിവുകൾ ഗ്രീഷ്മ ചുമന്നുകൊണ്ട് നടന്നു. അതായത് ഗ്രീഷ്മ തന്നെ സ്വന്തം കുഴി തോണ്ടി. അഭിഷേകിന് ഓർമ്മയുണ്ടോ, ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ആദ്യം ഒരു ആയുർവേദ ഡോക്ടറുടെ പേര് പറഞ്ഞിരുന്നു ഗ്രീഷ്മ. ഏതോ ഒരു ആയുർവേദ ഡോക്ടറാണ് ഈ കഷായം കൊടുത്തത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മാധ്യമങ്ങൾ ഈ ആയുർവേദ ഡോക്ടർക്ക് പിന്നാലെ പോയി. അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അങ്ങനെ മരുന്ന് കൊടുത്തിട്ടേ ഇല്ല. പ്രത്യേകിച്ച് ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഷാരോൺ രാജിന്റെ സഹോദരൻ ഷിമോണിനെയാണ്. അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്കെതിരെയുള്ള തെളിവുകൾ സംശയാസ്പദമായി തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു കഷായം കൊടുക്കുന്നു, ആ കഷായത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പരുങ്ങലിലാകുന്നു. അങ്ങനെ പല വിധത്തിൽ ഗ്രീഷ്മ സ്വന്തം കുഴി തോണ്ടിയെന്ന് വേണം പറയാൻ. അതെ, തീർച്ചയായിട്ടും. ഈ ഗ്രീഷ്മ നടത്തിയത് വിശ്വാസവഞ്ചനയാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഷാരോൺ രാജിന് അറിയാം ഗ്രീഷ്മ തന്നെയാണ് ഇത് ചെയ്തതെന്ന്. അതൊരു ആത്മാർത്ഥമായ പ്രണയമാണ്. അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ആത്മാർത്ഥമായി തന്നെ വിശ്വസിച്ച ഒരാളിനെ ഷാരോൺ തയ്യാറായില്ല. അത് മാത്രമല്ല, ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിക്കുമ്പോൾ ഗ്രീഷ്മ അങ്ങനെ ആയിരുന്നില്ല. അതേ സമയത്ത് ഇവർ താലി കെട്ടിയിരുന്നു. ഈ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വരുന്നു. വിവാഹാലോചന വന്നപ്പോൾ അതിന് തടസ്സമായി ഷാരോൺ നിൽക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ ശ്രമിക്കുന്നത്. അതിനുശേഷം ഈ വിവാഹം ഉറപ്പിച്ചതിന് ശേഷവും, അതായത് മറ്റൊരു വിവാഹം ഗ്രീഷ്മയ്ക്ക് ഉറപ്പിച്ചതിന് ശേഷവും ഇവർ പോയി വെട്ടുകാട് പള്ളിയിൽ താലി കെട്ടുന്നുണ്ട്. ക്ഷേത്രത്തിൽ ചെന്നിട്ട് താലി കെട്ടുന്നുണ്ട്. ഇരുവരും താലി കെട്ടി വെട്ടുകാട് പള്ളിയിൽ വെച്ച് താലി കെട്ടുന്നു. അതിനുശേഷം ഇവർ ഒരു തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ റൂമെടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഷാരോൺ വിചാരിക്കുന്നത് ഈ ഗ്രീഷ്മ തൻ്റെ ഭാര്യയായി തൻ്റെ കൂടെ കാണും, തൻ്റെ പെണ്ണാണ്, ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. ആ വിശ്വാസം കോടതി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. താലി കെട്ടി കൂടെ കൂട്ടാൻ ഷാരോൺ ആഗ്രഹിച്ച ആ ഒരു പെൺകുട്ടിയാൽ തന്നെ അയാളുടെ കഥ കഴിഞ്ഞു പ്രത്യേകിച്ച് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഈ വിഷം ഉള്ളിൽ ചെന്നാണല്ലോ മരിച്ചിരിക്കുന്നത്. ഈ വിഷം പലതരത്തിലുണ്ട്. പെട്ടെന്ന് മരണം സംഭവിക്കാം, പതുക്കെ മരണം സംഭവിക്കാം, സ്ലോ പോയിസണിങ് എന്ന് പറയും. അപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്ന സ്ലോ പോയിസണിങ്ങിലൂടെ മരണം ഉറപ്പാക്കുക, അതാണ് ഗ്രീഷ്മ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി ഈ പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തി. കോടതി അതുകൊണ്ട് അപൂർവമായ കേസാണിത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപൂർവമായ കേസാണ് എന്ന് വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സമർത്ഥമായ കൊലപാതകമാണ്.
ഈ സെർച്ച് ഹിസ്റ്ററിയൊക്കെ ഗ്രീഷ്മയ്ക്കെതിരായ വലിയ തെളിവുകളായിരുന്നു. കാരണം അതെ 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 ഈ എന്ത് വിഷം പ്രയോഗിച്ചാലാണ് ഷാരൂൺ എളുപ്പത്തിൽ കൊല്ലപ്പെടുക എന്ന് നിരന്തരം ഗൂഗിളിലടക്കം സെർച്ച് ചെയ്തു. ഒടുവിൽ ഈ സ്ലോ പോയിസണിങ്ങിന്റെ പ്രത്യേകത ഗ്രീഷ്മ തെരഞ്ഞെടുത്ത വിഷം 24 മണിക്കൂറിലധികം ശരീരത്തിൽ നിൽക്കില്ല. അപ്പോൾ അത് തെളിവുകൾ നശിപ്പിക്കപ്പെടും. കാരണം 24 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം 3 ദിവസം 4 ദിവസം ആശുപത്രി കിടക്കയിൽ കിടന്നിട്ടാണ് ഷാരൂൺ രാജ് മരിച്ചത്. അപ്പോഴേക്കും ആ ഒരു തെളിവൊന്നും അവശേഷിച്ചിരുന്നില്ല. എന്നാൽ ഈ ശ്വാസകോശവും കുടലും അടക്കമുള്ള ആന്തരികാവയവങ്ങൾ ഈ വിഷത്തിൻ്റെ ഒരു തീക്ഷ്ണതയോ കൊണ്ട് അത് കരിഞ്ഞു പോയിരുന്നു. ഇത് കോടതി അതും പറയുന്നുണ്ട്. അതായത് ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത്, അഭിഷേക് പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് പരമാവധി ശിക്ഷ വെച്ച്. കാരണം ഇങ്ങനെ ആന്തരികാവയവങ്ങൾ അഴുകി 4 ദിവസം നരകിച്ചു, വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ഒരു ചെറുപ്പക്കാരൻ മരണത്തിന് കീഴടങ്ങുകയാണ്. അത് സ്നേഹിച്ച പെണ്ണിനെ വിശ്വസിച്ച് അവസാന നിമിഷം പോലും അയാൾ ആ പെണ്ണിനെതിരെ പറയുന്നില്ല. കാരണം കോടതി പറയുന്നത് അയാളെ ഈ പെൺകുട്ടിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഷാരോണിന് ആഗ്രഹമുണ്ടായിരുന്നില്ല. അവസാന നിമിഷവും അയാൾ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. ഇരുവരും തമ്മിൽ വളരെയധികം ആത്മാർത്ഥമായ പ്രണയം, ഒരാൾക്ക് അങ്ങോട്ട് ആത്മാർത്ഥമായ പ്രണയം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പട്ടാളക്കാരനായ പുതിയ വരനെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ഷാരൂണിനേക്കാൾ മെച്ചപ്പെട്ട ജോലിയുള്ള ഒരു പട്ടാളക്കാരൻ തൻ്റെ ജീവിതത്തിലേക്ക് വരനായി കടന്നു വരും എന്നുള്ള ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു പ്രായത്തിലുള്ള ബുദ്ധിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ ഒരു കൃത്യം നടത്താൻ മനസ്സിനെ പാകപ്പെടുത്തി അങ്ങനെയാണ് ഷാരൂണിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. അങ്ങനെ ഷാരൂണിനെ ഇത്തരത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തി. അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രായത്തിൻ്റെ ഇളവ്, മറ്റൊന്ന് നേരത്തെ കുറ്റകൃത്യങ്ങൾ, കോടതി അതൊക്കെ പരിഗണിക്കുമല്ലോ. ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ. പക്ഷേ കോടതി പറയുന്നത് ഇത് ബോൺ ക്രിമിനലാണെന്നാണ് കോടതി പറയുന്നത്. അതായത് നേരത്തെ തന്നെ ഗൂഢാലോചന, ഈ ജ്യൂസ് ചലഞ്ചൊക്കെ ഉണ്ടല്ലോ, നേരത്തെ തന്നെ ഈ ഷാരോണിനെ എങ്ങനെ കൊല്ലാം എന്നുള്ളതിന് ഗൂഗിൾ ഉൾപ്പെടെ സെർച്ച് ചെയ്യുകയാണല്ലോ. അല്ല, ഇത്രയും ആസൂത്രണത്തോടെ ഒരു ക്രൈം ചെയ്യാൻ പറ്റുമെങ്കിൽ അതെ 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 അവരുടെ ഒരു മാനസിക നില, മനോനില എങ്ങനെ ആയിരിക്കുമെന്ന് കോടതിക്ക് തീർച്ചയായിട്ടും അറിയാം, ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രായത്തിൻ്റെ ഇളവോ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഒന്നും മറ്റു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല, എനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള വാദമൊന്നും കോടതിയുടെ മുമ്പിൽ വില പോയിട്ടില്ല. ഈ 48 സാഹചര്യ തെളിവുകൾ പരിഗണിക്കുമ്പോൾ അതിനകത്ത് കോടതി ഒരു കാര്യം പറയുന്നത്, ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ഗ്രീഷ്മ എന്നുള്ളതിന് ജ്യൂസ് ചലഞ്ച് നടത്തിയത് അതിന് തെളിവാണ്. നേരത്തെയും ഗ്രീഷ്മ വധശ്രമം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതൊക്കെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് കൗശലമാണ്, ഗ്രീഷ്മയുടെ കൗശലമാണ്. അതുപോലെ തന്നെ പ്രതിയുടെ പ്രായം മാത്രം നോക്കി ശിക്ഷാ ഇളവ് നൽകാനാവില്ല. അതുപോലെ തന്നെ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് കുറ്റകൃത്യം. അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു, വീട്ടിൽ വിളിച്ചു വരുത്തിയതിന് ശേഷം അയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതിനുശേഷം ഈ കഷായം, വിഷം കലർത്തിയ കഷായം കൊടുക്കുന്നു. അപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് കുറ്റകൃത്യം നടത്തിയിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത്. നമുക്കറിയാം, അന്നത്തെ വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നതാണ്. ഒരു ഘട്ടത്തിലും ഗ്രീഷ്മ അത് സമ്മതിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ ചേട്ടനോട് അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ മാംഗോ ജ്യൂസ് പഴകിയത് കൊണ്ടായിരിക്കാം എന്നൊക്കെ. ഛർദിലിനുള്ള മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കഴിച്ചാൽ ഒരുപക്ഷെ ഈ ഇത്തരത്തിലുള്ള അവസ്ഥ മാറിയേക്കാം എന്നതടക്കം ഷാരൂണിനെ ആശ്വസിപ്പിക്കുന്ന ഒരു ഗ്രീഷ്മയാണ് വോയിസ് ക്ലിപ്പിലടക്കം നമ്മളൊക്കെ കേട്ടത്. അതിനകത്ത് വേറൊരു ചാറ്റ് പുറത്തു വന്നിരുന്നു. അതിനകത്ത് പറയുന്നത് ഒരാൾക്കും ഈ കഷായം കൊടുത്തിരുന്നു, അയാൾക്കും ഇങ്ങനെ ഛർദിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഷാരോണിനോട് പറയുന്നത്. ഷാരോൺ വാവ എന്നാണ് ഈ പെൺകുട്ടിയെ വിളിച്ചിരുന്നത്, വാവ എന്നാണ്. അപ്പോൾ വാവയെ അത്രയധികം അഗാധമായി സ്നേഹിച്ച ഒരാളാണ് ഷാരോൺ. ആ ഷാരോണിനെയാണ് സ്വന്തം ജീവിതം, ഏറ്റവും മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഇല്ലാതാക്കിയത്. ഒരു 22 വയസ്സ് ഉള്ള ഒരു പെൺകുട്ടിയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടി MA ഇംഗ്ലീഷിൽ 4ാം റാങ്ക് നേടിയ കുട്ടിയാണ് അല്ലേ. അപ്പോൾ ആ കുട്ടി ആലോചിക്കുന്നത് എങ്ങനെ ഒരാളെ വകവരുത്താം, എങ്ങനെ ഒരാളെ ഇല്ലാതാക്കാം, എന്തൊക്കെ മാർഗം അതിൽ നിന്ന് മാറിപ്പോകാൻ ആ കുട്ടിക്കുണ്ടായിരുന്നു. എത്രയോ പേര് പ്രണയിച്ചിട്ട് ഒഴിവാക്കണമെന്ന് തോന്നിയാൽ കൊല്ലുകയാണോ ചെയ്യുന്നത്? അല്ല, ഇവരൊരു പ്രണയം
ഇരുവരും തമ്മിൽ പ്രണയമുണ്ടാകുന്നു. പുതിയൊരു വിവാഹാലോചന വരുമ്പോൾ പരസ്പരം ഒരു ധാരണയോടെ വേർപിരിയാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലേക്കൊന്നും പോകാതെ ഷാരോൺ ഇല്ലാതായെങ്കിൽ മാത്രമേ തനിക്കൊരു മെച്ചപ്പെട്ട ജീവിതം കിട്ടൂ എന്നുള്ള ആ കുട്ടിയുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. പക്ഷെ അതൊരു അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ആ കുട്ടി അത്രയും വിദ്യാഭ്യാസമുള്ളൊരു കുട്ടി. അതുകൊണ്ടാണ് കോടതി പറയുന്നത് ക്രിമിനൽ മൈൻഡുള്ള കുട്ടിയാണ്. ഒരാളെ ഇല്ലാതാക്കാൻ അയാളെ കൊല്ലണം എന്നങ്ങ് തീരുമാനിക്കുകയാണ്. അതും ഗൂഗിളിൽ ഉൾപ്പെടെ സെർച്ച് ചെയ്ത് എങ്ങനെ കൊലപാതകം നടത്താം എന്നുള്ളത് സെർച്ച് ചെയ്ത് മനസ്സിലാക്കി ചെയ്യുകയാണ്. അതായത് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അത്തരം ക്രിമിനൽ വാസനയുള്ള ഒരാൾക്ക് മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കുട്ടിക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകൽ, കൊലപാതകം, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നിങ്ങനെ കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത് എന്ന് ആണ് കോടതി പറയുന്നത്. നമുക്ക് വിചാരിച്ചതിനപ്പുറം ഉള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത്. വധശിക്ഷ മാക്സിമം ജീവപര്യന്തം വരെ അങ്ങനെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്നാൽ കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന രണ്ടാമത്തെ സ്ത്രീയാണ്. വധശിക്ഷ കാത്തു കഴിയുന്ന രണ്ടാമത്തെ മാത്രം സ്ത്രീയാണ് ഗ്രീഷ്മ. ഒന്നാമത്തേത് വിഴിഞ്ഞത്ത് ഒരു വയോധികയെ മോഷണശ്രമത്തിനിടെ കൊലപ്പെടുത്തി ചാക്കിലാക്കി തട്ടിൻപുറത്ത് വെച്ച റഫീഖ ബീവിക്കാണ്. അതും ഈ നെയ്യാറ്റിൻകര വില്ല അഡീഷണൽ സെഷൻസ് കോടതി തന്നെയാണ് ശിക്ഷ വിധിച്ചത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും രണ്ടാമത് ഗ്രീഷ്മയാണ് ഈ ലിസ്റ്റിലേക്ക് വരുന്നത്. കേരളത്തിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയാൻ പോകുന്ന രണ്ടാമത്തെ മാത്രം സ്ത്രീ കുറ്റവാളിയാണ് ഗ്രീഷ്മ. എന്തായാലും മേൽക്കോടതികളിൽ എന്തെങ്കിലും ശിക്ഷായിളവ് കിട്ടുമോ ഗ്രീഷ്മയ്ക്ക്, പ്രായത്തിൻ്റെ പരിഗണനയൊക്കെ മേൽക്കോടതികളിൽ കിട്ടുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അതിനകത്തൊരു കാര്യം കൂടെ ഉള്ളത്, ഷാരോണിൻ്റെ ബന്ധുക്കൾ ഈ വിധി കേട്ട് പൊട്ടിക്കരയുമ്പോൾ ഗ്രീഷ്മ യാതൊരു കൂസലുമില്ലാതെ കുലുക്കമില്ലാതെ വിധി കേട്ട് നിൽക്കുകയായിരുന്നു. ഗ്രീഷ്മ യാതൊരു കുലുക്കവുമില്ല. ഇത്ര വലിയൊരു ക്രൈം ചെയ്യാമെങ്കിൽ അതെ വികാരങ്ങളൊന്നുമില്ലാതെ നിൽക്കാൻ പറ്റും. പോലീസിനോട് മനസ്സിന് അത്രയ്ക്ക് ഉറപ്പുണ്ടായിട്ടാണ് അത്തരത്തിലൊരു ക്രൈം ചെയ്തതെങ്കിൽ തീർച്ചയായും നിർവികാരമായിട്ട് തൻ്റെ വിധി, തനിക്ക് വധശിക്ഷ വിധിച്ചു എന്നുള്ള വിധി, ആ ഒരു വികാരം മനസ്സിലുണ്ട്, ആ ഒരു ശക്തി മനസ്സിലുണ്ടായിട്ടാണ് ഇത്തരത്തിലൊരു ക്രൈമിലേക്ക് ആ കുട്ടി പോയത്. 38 വയസ്സാകുമ്പോൾ ഞാൻ പുറത്തു വരും, പിന്നെ ഞാൻ സുഖമായി ജീവിക്കുമെന്ന് പോലീസിനോട് തന്നെ ഈ കുട്ടി ഗ്രീഷ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് ആ പ്രണയത്തിൻ്റെ രക്തസാക്ഷിയാണ് ഷാരോൺ. പര്യവസാനിച്ചത് വലിയൊരു ദുരന്തത്തിലായിപ്പോയി.